ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോസ് എഡ്യൂവേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ലോ ലേണേഴ്സിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. സ്ലോ ലേണേഴ്സിനെ ബാക്ക്വേർഡ് എന്നും അതുപോലെ ബോർഡർ ലൈൻ ലേണേഴ്സ് എന്നും അറിയപ്പെടുന്നു. പിന്നോക്കം അല്ലെങ്കിൽ സാവധാനത്തിൽ പഠിക്കുന്ന ആളുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ നിരക്കിൽ പഠിക്കുന്നവരായിരിക്കും എപ്പോഴും സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ. ഇവരുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വളരെ ലിമിറ്റഡ് ആയിരിക്കും. പരിമിതമായിട്ടുള്ള ബുദ്ധിയാണ് ഇത്തരം കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ പ്രധാന സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ഇവർക്ക് ഏതൊരു കാര്യത്തെയും വളരെ കുറച്ചു നേരം മാത്രമേ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ചെറിയ ശ്രദ്ധ, അതുപോലെ ഏകാഗ്രത എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കും. പിന്നീട് മെറ്റീരിയലുകളെ വിലയിരുത്തുവാനായിട്ടുള്ള പരിമിതമായ കഴിവ്. ലേണിംഗ് മെറ്റീരിയൽസിനെയൊക്കെ തന്നെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ കുട്ടികൾക്ക് കഴിയില്ല. അതുപോലെ തന്നെ ലിമിറ്റഡ് പവർ ഓഫ് സെൽഫ് ഡയറക്ഷൻ, സ്വയം ദിശയുടെ പരിമിതമായ ശക്തി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. പിന്നീട് വളരെ സാവധാനത്തിൽ പഠിക്കുകയും എന്നാൽ പെട്ടെന്ന് തന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുകയും ചെയ്യുന്ന ശീലം ആർക്കുണ്ട്? സ്ലോ ലേണേഴ്സിനുണ്ട്. അതുപോലെ പ്രശ്നപരിഹാരം ചെയ്യാനോ വിമർശനാത്മകമായിട്ട് ചിന്തിക്കാനോ ഈ കുട്ടികൾക്ക് കഴിവില്ല. അതുപോലെ ഉയർന്ന രീതിയിലെ മാനസിക പ്രവർത്തനങ്ങൾ ചെയ്യുവാനും സ്ലോ ലേണേഴ്സ് കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്ക് സാധിക്കില്ല. അപ്പോൾ ഇവരുടെ ഈ സ്ലോ ലേണിംഗ് അല്ലെങ്കിൽ ഈ പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമതായിട്ട് വരുന്നത് ഇവരുടെ ശാരീരികവും ഭൗതികവും സ്വാഭാവികവുമായിട്ടുള്ള വൈകല്യങ്ങളായിരിക്കും. രണ്ടാമത് ഇവരുടെ പരിസ്ഥിതി ഘടകമാണ്. എന്തെന്ന് വെച്ചാൽ കുടുംബം, അതുപോലെ സ്കൂളുകൾ, എന്നുവെച്ചാൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്, ഫാമിലിയും സ്കൂളുകളും ഒക്കെ തന്നെ ഇവരിൽ ചെലുത്തുന്ന സ്വാധീനം, ഇൻഫ്ലുവൻസിൻ്റെ ബേസിലും ഒക്കെ തന്നെ എന്തുകൊണ്ട് ഇവർ സ്ലോ ലേണേഴ്സായിട്ട് മാറ്റപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്ലോ ലേണേഴ്സിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും? നമുക്ക് നോക്കാം. ഒന്ന്, അധ്യാപകൻ്റെ നിരീക്ഷണത്തിലൂടെ നമുക്ക് സ്ലോ ലേണേഴ്സിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ ഇൻ്റലിജൻസ് പരിശോധനകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ വഴിയായിട്ട്, അതുപോലെ പേഴ്സണാലിറ്റി ഇൻവെൻ്ററി, അതുപോലെ കേസ് സ്റ്റഡീസ്, അതുപോലെ വൈദ്യ പരിശോധനകൾ വഴിയായി, പിന്നീട് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ വഴിയായിട്ടൊക്കെ തന്നെ നമുക്ക് സ്ലോ ലേണേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ഇവർക്ക് ചുറ്റുപാടുമായിട്ട് ഇടപഴകുവാനായിട്ട് സാധിക്കില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നീട് പഠിക്കാനുള്ള പ്രചോദനം ഇവർക്ക് വളരെ കുറവായിരിക്കും. തങ്ങളോട് തന്നെ ഇവർക്ക് ശത്രുത തോന്നാറുണ്ട്. സ്വയം അവരെ തന്നെ അവരുടെ എനിമിയായിട്ട് അവർ കാണുന്നത് എന്തായിരിക്കും? അവരെ തന്നെയായിരിക്കും. സ്വയം ശത്രുത പ്രകടിപ്പിക്കുന്നു. അതുപോലെ ഇവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. ഒരു ആത്മവിശ്വാസം തീരെ കുറവുള്ള കുട്ടികളായിരിക്കും സ്ലോ ലേണേഴ്സ് ആയിട്ട് ഉള്ളവർ. അപ്പോൾ ഇവരെ എങ്ങനെ കണ്ടെത്താം, ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പതിവായിട്ടുള്ളൊരു വൈദ്യ പരിശോധനയും ചികിത്സയിലൂടെയും നമുക്ക് ഇവരെ പരിഗണിക്കാം. അതുപോലെ വീടുകളിലും സ്കൂളുകളിലും ഒക്കെ തന്നെ ഈ കുട്ടികളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ പ്രത്യേക സ്കൂളുകൾ, പ്രത്യേക ക്ലാസ്സുകളൊക്കെ തന്നെ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ പ്രത്യേകം കരിക്കുലർ മീൻസ് പ്രത്യേകം പാഠ്യപദ്ധതികൾ, അധ്യാപന രീതികൾ, അധ്യാപകർ എന്നിവയൊക്കെ ആയിരിക്കണം സ്ലോ ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ നൽകേണ്ടത്. അതുപോലെ ഇവരുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു പരിഹാര നിർദ്ദേശങ്ങൾ നൽകണം. അതുപോലെ പ്രത്യേക പരിശീലനങ്ങൾ നൽകണം. അതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്തുക, അല്ലെങ്കിൽ അതിലേക്ക് ഇവരെ ഉൾപ്പെടുത്തുക. അതുപോലെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക. അതുപോലെ തുടർച്ചയായിട്ടുള്ളൊരു മോട്ടിവേഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ ഇത്തരം കുട്ടികൾക്ക് നൽകുക. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.